പിന്നെ പലർക്കും പറഞ്ഞു ഞങ്ങൾ അറിയുന്നതെന്നും പറഞ്ഞിട്ടല്ലോ നമ്മൾ ഈ വിഷയത്തിലുള്ള ചർച്ച ഞങ്ങളൊക്കെ വന്നു. എന്നിട്ട് അദ്ദേഹം തുടക്കത്തിലെ സക്രിയാശലായുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ഇവിടെ ആദ്യം തന്നെ മുമ്പ് ആരോപണം നടത്തിയത് 2007 അബ്ദുൽ ജബ്ബാർ മൂലം എഴുതിയതുമായി ബന്ധപ്പെട്ടു. നിങ്ങൾ എല്ലാവരും കേട്ടത് മൂപ്പര് ഒന്നും പറയും ചെയ്യുന്നതാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു 2007 അത് ഷിർക്ക് ആയതുകൊണ്ടാണ് തിരുത്തിക്കാൻ പോയത്. അപ്പൊ ഇവിടെ ഫദലുൽ പറഞ്ഞു 2007 ഷിർക്ക് ആയതുകൊണ്ട് തിരുത്തിക്കാൻ പോയി. എന്നിട്ട് 2008, 2009, 2010, 2011, 2012 ഈ പറയുന്ന അബ്ദുറഹ്മാൻ ഷെൽഫിയും അനസും അതേപോലെ തന്നെ കായക്കൊക്കെ പറയുന്നത് എന്താണ്? അതിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞ് 2012 അവസാനത്തിലാണ് എന്താണ് ആ ഒരു മറുപടി ഇവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാ എന്ത് സക്കരിയ സലാഹിയുടെ വാദമാണെന്ന് പറയും ചെയ്യാം. എന്നിട്ട് സംഘടനാ തലങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അത് ഞങ്ങൾ അതിനെ പറഞ്ഞത് നമുക്ക് അതിന് പിൻവലിച്ചത് അതിനാണ് നമുക്ക് അതെ. ഞാൻ അംസ സാഹിബുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സക്കരിയ മൗലവിയെ ക്ഷണിക്കുന്നതായി. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് 20-ാം തീയതി വരെ യാതൊരു ഒഴിവില്ല. 20-ാം തീയതി കാസർഗോഡ് വെച്ചിട്ട് ഒരു സംവാദത്തിൻ്റെ പരിപാടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് 20-ാം തീയതിക്ക് ശേഷം പറ്റും. പക്ഷേ ഹംസ സാഹിബ് 16-ാം തീയതിക്ക് പോവുകയാണ്, സൗദിയിലേക്ക് മടങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ പ്രവർത്തകർ പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് ഫദലിലേക്ക് വലിയ വിളിച്ചാലോ, അത് ചോദിച്ചു നോക്കാം, ഹംസ സാഹിബായിട്ട് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹംസ സാഹിബായിട്ട് സംസാരിച്ചു. സക്കരിയ മൗലവിക്ക് വരാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഫദൽഹക്ക് മൗലവിയോട് വരാൻ പറഞ്ഞിട്ട് എന്താ സൗകര്യമാവുമെന്ന് വെച്ചു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫദൽഹക്ക് മൗലവി വന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന് അസൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കാര്യം ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് തെറ്റേത് ശരിയേത് മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഹനീഫ സാഹിബ് ഒരു കാര്യം ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന വിഷയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? അല്ല, സക്കരിയ സലാഹിയെ പുറത്താക്കിയത് മുതൽ അന്നാണ് വല്ലാതെ ഇതാണ്. കാരണം ഞാൻ ഗൾഫിലൊക്കെ അനുഭവങ്ങളാണ്. ഒരു നിമിഷം, അതെ, അത് എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ ഫദലിലേക്ക് ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അതൊരു വലിയ വിഷയമാക്കി സംസാരിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വരിക. ഞാൻ ആകെപ്പാട് ആവശ്യപ്പെട്ട എന്താണ് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുകയും ചെയ്തു. ഈ നമ്മുടെ പറയട്ടെ, ഒറ്റ ചോദ്യം അത് ചോദിക്കട്ടെ. സക്കരിയാവുടെ വാദം അത് ഹയ്യായ ഖാദിറായ പിന്നെ മുസ്ലിമായ പരിചയമുള്ള ജിന്നിനോടുള്ള ഒരു മിനിറ്റ് ഈ ജിന്നിനോടുള്ള ഭൗതിക സഹായത്തേട്ടം അത് കൊപ്രക്കാലത്ത് സക്കരിയ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഈ സഹായത്തേട്ടം അത് പിന്നെ വസിയത്തു ഷിർക്ക് ആകൂ, ഹറാമേ ആകൂ, ഷിർക്കാവില്ല എന്ന വാദം സക്കരിയാക്കുണ്ടോ ഇല്ലയോ? ഈ വാദം സക്കരിയാക്കുണ്ടോ ഇല്ലയോ? അത് എനിക്കറിയേണ്ടത്. ഈ വാദം ഒന്ന് മറുപടി ഉണ്ട് ഇല്ലെങ്കില്ല എന്ന് പറഞ്ഞാൽ സക്കരിയക്ക് ഈ വാദം ഉണ്ടോ ഇല്ലയോ? ഞാൻ പ്ലീസ് ഒരു മിനിറ്റ്. ഈ വാദം ഞാൻ അടിസ്ഥാനപരമായിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്ത് വന്നത് ഈ വാദത്തെക്കുറിച്ചാണ്. മനസ്സിലാവും? ഈ വാദം സക്കരിയാക്കുണ്ട്. സക്കരിയാക്ക് വാദം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സംസാരം ഇവിടെ നിർത്താം. അല്ല, സക്കരിയാക്ക് വാദം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഒന്ന് പറയും.
നമ്മുടെ ചർച്ച ഒരു മിനിറ്റ് നമ്മുടെ ചർച്ച സക്കരിയ സ്വലായി. നിങ്ങൾ ഫൈസൽ മുസ്ലാരെ കൊണ്ടുവന്നു, ജമിയത്തുൽ വരും അതാണ് പറഞ്ഞത്. നമ്മൾ വ്യക്തികളല്ല ചർച്ച. നിങ്ങൾ സംസാരിക്കല്ല. ജമിയത്തുൽ ഉലമന്റെ ബുക്കുകൾ ചർച്ച കൊണ്ടുവന്നു. ജമിയത്തുൽ അത് വേറൊരു വിഷയം തന്നെ. അതിൽ ഹദീസിന് വിരുദ്ധമായതും ഖുർആൻ വിരുദ്ധമായ ഒരുപാടുണ്ട്, സലഫി മന്നേജിന് വിരുദ്ധമായതുണ്ട്. അതുകൊണ്ട് എഴുതി പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വരുന്നത് എഴുതി കൊടുത്തത്, പക്ഷെ കണ്ണടിച്ച് പൊട്ടിക്കൊന്ന പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതോ ഇനി കേട്ടോ, നിങ്ങൾ പറഞ്ഞു ഈ വസീലത്ത് ശിർക്ക് ഹറാം എന്നുള്ള വാദം സക്കരിയ സലായിക്കും ആര് കൊണ്ടുവന്നു എന്ന് ആദ്യം എഴുതിയത് കേട്ടോളി. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസായിൽ ഷിർക്ക്, ദറായി ഷിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. മൊത്തത്തിലുള്ള ജിന്നുകളുള്ള എല്ലാ സഹായത്തേട്ടങ്ങളെ കുറിച്ചും അല്ല ഇത്തരം പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലതെന്താണ് ഹറാമാണ്, ചിലത് തനി ഷിർക്കാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അതൊരു ഹുക്കുമാ. ഇനി കേൾക്കും. മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാ തരം സഹായത്തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കാനുമല്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. അപ്പൊ ഒരു കാര്യം അത് തന്നെയാണ് സക്കരിയ സ്വലായം പറഞ്ഞു. ഇതാരെഴുതിയതാ പറഞ്ഞേക്കും. ഇതിപ്പോ ആരെഴുതിയതാ? ബഹുമാനനായ അനസ് മുസ്ലിയാർ, ബഹുമാന ഹനീഫ് കായക്കുടി എഴുതി കൊടുത്ത പ്രബന്ധമാണത്. വസീലത്ത് ശിർക്കുണ്ട്, ദറായി ശിർക്കുണ്ട്. വസീലത്ത് ശിർക്ക് എന്നുള്ളത് ദറായി ശിർക്ക് എന്നുള്ളൊരു ഹുക്കുമല്ല. ഹുക്കും എന്ന് പറഞ്ഞാൽ ഹറാം ഹലാൽ ആ നിലക്ക് ഹുക്കുമ് പോവുക. വസീലത്ത് ശിർക്കായ കാര്യം ഹറാമാണ്, ഷിർക്കായ കാര്യം അതും ഹറാമാണ്. അതുകൊണ്ടാണ് ഹനീഫ് കായക്കുടി കൊടുത്ത പ്രബന്ധത്തിൽ പറഞ്ഞു എന്ത് ജിന്നിനോടുള്ള സഹായതാട്ടത്തിൽ ഷിർക്കാകുന്നതുണ്ട്, വസീലത്ത് ഷിർക്ക് വരുന്നതുണ്ട്, ദറായി ഷിർക്കുണ്ട്. അവിടെ ഹറാമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഹുക്കുമാണ് എന്ത് ഹറാം എന്നുള്ളത്. എന്ത് ഇത് പറഞ്ഞ ഹനീഫ് കായക്കുടിനെ പുറത്താക്കാത്തത്? ഒന്ന്. രണ്ടാമത്തത്, ഈ പ്രബന്ധം തുടങ്ങുന്നത് കേട്ടോളി. 26/12/2011 നടന്ന കേരള ജമിയത്തുൽ ഉലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ താഴെ സമർപ്പിക്കുന്നു. ശരി, ബദ്രീങ്ങളോടുള്ള സഹായത്തേട്ടത്തെ കുറിച്ചൊരു പ്രബന്ധം തയ്യാറാക്കി വരൂ എന്ന് ഇന്ന് അവർ ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? ബദ്രീങ്ങളോടുള്ള സഹായം പഠിപ്പിക്കാനും വിശദീകരിക്കാനും ഒരു ചർച്ച നടന്നു എന്ന് മാത്രം. അതോടൊപ്പം നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക, പ്രാർത്ഥന വാക്ക് കേൾക്കൽ, നമ്മുടെ ആവശ്യം കേൾക്കൽ മാത്രമല്ല ഷിർക്ക്. ബദ്രീങ്ങൾ എന്നെ കാണുന്ന ഞാൻ വിശ്വസിച്ചാൽ ഷിർക്കാണ്. മുഹ്യിദ്ദീൻ ശൈഖ് എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. മരിച്ചുപോയാൽ മുഹമ്മദ് നബി എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാം. ഈ വിശ്വാസമാണ് ആർക്കുള്ളത്? കേരളത്തിലെ ഖുറാഫി മുസ്ലിയാക്കന്മാർക്കുള്ളത്. ജിന്നി എന്നെ സമീപത്തുണ്ടെങ്കിൽ എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ എന്തെല്ലാം ഷിർക്കല്ല. ഞാൻ പറയുന്ന ജിന്ന് കേൾക്കുമെന്ന് വിശ്വസിച്ചാലും ഷിർക്കല്ല. അപ്പൊ അതും ഇതും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ജമിയത്തുൽ ഉലമക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തത് ഹനീഫ് കായക്കുടിനെ ഏൽപ്പിച്ചത്. അപ്പോൾ സക്കരിയ സലായി കൊണ്ടുവന്ന പുതിയ വാദം അല്ല ഇത്. ലോകത്ത് ഇന്നേ വരെ നിലവിലുള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് സക്കരിയ സലായിൽ ഒതുങ്ങാതെ തൗഹീദ് എന്ത് ഷിർക്ക് എന്ത് എന്ന് എവിടെ എപ്പോൾ ഷിർക്ക് വരും എപ്പോൾ തൗഹീദാകും എന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ അവസരമുണ്ടെങ്കിൽ തയ്യാറാവുക. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി സക്കരിയ സലാഹിന്റെ വിഷയം വേറെ, സക്കരിയ സലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേറെ ചർച്ചയ്ക്ക് തയ്യാറാകാം എന്ന് മാത്രം വിഷയത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ സക്കരിയ സലാഹയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് ബദരീങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചക്ക് കേജു തയ്യാറായാലും അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം പക്ഷെ ഇവിടെ ആവശ്യമുണ്ടായി. എന്തുകൊണ്ട്? നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചു ബദരീങ്ങൾ നമ്മളെ കാണുമെന്ന് വിശ്വസിച്ച ഷിർക്കാണ് എന്നുള്ളത്. എന്നാൽ ജിന്നുകൾ കാണുമെന്ന് പറഞ്ഞാലോ എന്തുകൊണ്ട് ഷിർക്കാവുന്നില്ല? പഠിപ്പിച്ച കാര്യമാണത്. അത് സംശയിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വീട് പുറത്തിറങ്ങുമ്പോൾ അവിടെ ജിന്നുണ്ടാകുമെന്ന് പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ കക്കൂസിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവിടെ ഹുബസും ഹബായിസും ഉണ്ടാകും പഠിപ്പിച്ച കാര്യമാണ്. അതിന്റെ ആവശ്യം എന്താ? പക്ഷെ ചർച്ചയ്ക്ക് ആവശ്യം വന്നപ്പോഴാ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജിന്നിനെ കേവലം ഭൗതികമാക്കുകയും ആ ജിന്നിനുള്ള സഹായത്തേട്ടം അത് ഭൗതികമാണെങ്കിൽ, ആ ജിന്ന് ഹാജറാണെങ്കിൽ ആ ജിന്ന് മുസ്ലിമാണെങ്കിൽ അത് വെറും ഹറാമേ ആകൂ, വസിയത്ത് ഷിർക്ക് ആകൂ. രണ്ടും വ്യത്യാസമുണ്ട്. ഷിർക്കും വസിയത്തും വ്യത്യാസമുണ്ട്, ഷിർക്കും ഹറാം വ്യത്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞു ഷിർക്കിന്റെ ഹുക്കം ഹറാം തന്നെ, സംശയമില്ല, ഖുർആൻ പഠിപ്പിച്ച കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ സക്കരിയ പറഞ്ഞത് ഈ ഷിർക്കിന്റെ ഹുക്കുമാണോ? അല്ല, അത് ഹറാം. അവിടെ പറഞ്ഞ ഹറാമും മറ്റ് കള്ളുപിടിക്കുന്ന ഹറാമുള്ള ഹറാമിനെ കുറിച്ച് പറഞ്ഞത് അതാ വിഷയം. അല്ലെങ്കിൽ പറയട്ടെ, എന്താ സക്കരിയ പറയാൻ മറുപടി? പേടിയുള്ളത് സക്കരിയ പറയട്ടെ ജിന്നുള്ള സഹായത്തേട്ടം അത് ഷിർക്കാണ് എന്ന് പറയട്ടെ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ജിന്നുള്ള സഹായത്തേട്ടം ഷിർക്കല്ല എന്ന് വിശുദ്ധ ഖുർആൻ തെളിയിക്കണം. ആയത്ത്
ആയത്ത് കൊണ്ട് തെളിയിക്കണം, ഹദീസ് തെളിയിക്കണം, അത് തെളിയിക്കണ്ട. ഇതാ സക്കിയ എന്തുകൊണ്ട് പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ. സക്കിയ തന്നെ എഴുതിയ ലേഖനത്തിത പിന്നെ എഴുതിക്കുന്നു. കെ സക്കരിയ അസ്ലാഹി പഴയ വാഹത്തിൽ നിന്ന് കേറിച്ചു മടങ്ങുകയും ആയത് പൊതുജനങ്ങത്തെ ബോധ്യപ്പെടുത്താനായി ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി കേന്ദ്രം സമർപ്പിക്കുകയും കേജയിൽ അംഗീകാരത്തോടെ അത് വിചിന്തയിൽ പ്രസംഗിക്കുകയും ചെയ്യേണ്ടതാണ്. എന്താ ആവശ്യപ്പെട്ടത്? എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന് സക്കരിയക്ക് വാദമുണ്ടെങ്കിൽ സക്കി എന്ത് ചെയ്യണം? സക്കി ചെയ്യേണ്ട എന്താ? സക്കി ചെയ്യേണ്ടത് ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന വാദമുണ്ടെങ്കിൽ, അതല്ല ഞാൻ ഹറാമാണെന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞ മാതിരി ശിർക്കിന്റെ ഹുക്കുമാണെന്ന് വാദമുണ്ടെങ്കിൽ സക്കരിയ സലാം എന്ത് ചെയ്യണം? അവൾ ലേഖനം എഴുതി കേദിന് കൊടുക്കണം. കൊടുത്തോ? ഇല്ല. അപ്പൊ സക്കരിയാന്റെ വാദം ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കല്ലാതെ തന്നെയാണ്. അവിടെ മുജാഹിദ് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ജിന്നിനുള്ള എല്ലാ സഹായത്തേട്ടവും ശിർക്കാണ് എന്നാണ്. രണ്ട് ചിന്താധാരയുള്ളത്. വ്യക്തമായി മനസ്സിലാക്കണം. രണ്ട് ചിന്താധാര. ഒന്ന്, ജിന്നിനുള്ള എല്ലാ സഹായത്തേട്ടവും ശിർക്കാണ് എന്ന KJM-ന്റെ ഇന്നേ വരെയുള്ള നിലപാട്, മാറ്റപ്പെടാത്ത നിലപാട്. രണ്ട്, അടുത്ത കാലത്തായി സക്കരിയ കൊണ്ടുവന്ന ഈ നിലപാട്. രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് സക്കരിയാന്റെ വാദം ആ വാദം തന്നെയല്ല എല്ലാവർക്കും ഉള്ളത്. അല്ലേ നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞു സക്കരിയാന്റെ വാദം ജിന്നിനുള്ള സഹായത്തേട്ടം അത് ഹറാമേ ആകൂ എന്ന ശിർക്കാവില്ല എന്നാണ്. അല്ലെ നിങ്ങൾ പറയുന്ന ശിർക്കാ നിങ്ങൾ പറയും എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിർത്താലോ? ഞാൻ അനീഫ് കായക്കൂടി കൊടുത്ത പ്രബന്ധത്തെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല. എന്തെങ്കിലും പറയണം അതിനെ കുറിച്ചിട്ട്. വസീലത്ത് ശിർക്കും ദറായി ശിർക്കും ഇതിൽ വരുന്നുണ്ട്. അത് മറുപടി പറയുന്നത് വസീലത്ത് ശിർക്ക് ദറായി ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സക്കറിയ സലായി പൂജ മാറിയില്ലേ? ഇപ്പൊ മാറിയല്ലോ. ഇപ്പൊ സക്കറിയ സലായി പിന്നെ വസീലത്ത് ഈ ജിന്നിനുള്ള സഹായത്തേട്ടം അത് കേവലം ഹറാമേ ആകൂ, ശിർക്കാവില്ല എന്ന വാദം ഉണ്ടായിരുന്നോ? അത് നിങ്ങൾ പറയുമ്പോൾ നേരത്തെ നിങ്ങൾ വായിച്ച 10 വരി കേട്ടോ. നിങ്ങൾ നേരത്തെ വായിച്ച 10 വരി അല്ല വേറെ ഫത്ത് വായിച്ചാരാ. നിങ്ങൾ നേരത്തെ വായിച്ച 10 എനിക്ക് കിട്ടണം. എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് സംസാരിക്കും. ആ മുഫ്തി ആരാന്ന് കിട്ടിയത് ആ മുഫ്തിയുടെ പ്രത്യേകം നമുക്കാണ് കൊടുക്കുക. ആധുനികമാണ് അല്ലേ? അല്ല ലജ്നത്തുദ്ദായിമയിൽ നിന്ന് നിങ്ങൾ വായിച്ച ഫത്വ എനിക്ക് ചോദ്യം. മാ ഹുക്കുമുൽ മനാദീരി, മനാദീറിന്റെ ഹുക്കും എന്താ മനാദീർ എന്ന് പറഞ്ഞാൽ? ഹുവ ദുആഉൽ ജിന്നി വശയാത്വീൻ, ശൈത്താനോടും ജിന്നുകളോടും പ്രാർത്ഥിക്കൽ. അലാ ശഖ്സിൻ മാ ലാ യഅമല ബിഹി അമലൻ മക്റൂഹ കഅൻ യുഖാല ഖുദൂഹു ഇദ്ഹബൂ ബിഹി ഇൻഫിറൂ ബിഹി ബിഖസ്ദിൻ ഔ ബിഗൈരി ഖസ്ദിൻ വമാ ഹുക്മു മൻ ദഅ ബിഹാദൽ ഖൗൽ ഹൈസു സമിഅതു ഖൗല അഹദിഹിം അന്നഹു മൻ ദഅൽ ജിന്ന ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ വലാ സിയാമുൻ വലാ യുഖ്ബറു ഫീ മഖാബിറിൽ മുസ്ലിമീന വലാ തത്തബിഉ ജനാസതഹു വലാ യുസല്ല അലൈഹി ഇദാ മാത. ഒരാൾ ജിന്നിനോട് സഹായം ചോദിക്കാം. എന്താ? എന്റെ ഇന്നൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ നിങ്ങൾ പിടിക്കണം. എന്റെ ഇന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നം നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആഉൽ ജിന്നി വശയാത്വീൻ. ഇവർ ഈ ജമിയത്തുൽ ഉലമയുടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ വെച്ചാൽ ചോദ്യം വായിക്കൂല. കാരണം ചോദ്യം സബൂറാകി ചോദ്യം വായിക്കാണ്ട് ഉത്തരം മാത്രം ഫത്വന്റെ മാത്രം കൊടുക്കുക, ഒരു ഉത്തരം മാത്രം വായിച്ച് രക്ഷപ്പെടുന്ന പ്രകൃതിയപ്പുള്ളത്. എന്താ ചോദ്യത്തിലുള്ളത്? ദുആഉൽ ജിന്നി വശയാത്വീൻ. എന്താ മറുപടി പറയേണ്ടത്? ഹറാമ വസൂലത്ത് കഥ പറയേണ്ടത്? ജിന്നിനോടുള്ള പ്രാർത്ഥനയുടെ ഹുക്കും എന്തെന്ന് ചോദിച്ചാൽ ജമിയത്തുൽ ഉലമ അല്ല ഏത് കുട്ടിയും പറയുന്നത് അതിന് ജമിയത്തുൽ ഉലമ തീരുമാനിക്കുന്നു നമ്മൾ ശിർക്കാണെന്ന്. ആ ചോദ്യം എന്തുകൊണ്ട് ഇദ്ദേഹം വായിച്ചില്ല? ഉത്തരം മാത്രം വായിച്ചത്. ഉത്തരം വായിക്കുകയാണ്. നടന്ന ഉത്തരം
الاستعانة بالجن واللجوء إليهم في قضاء الحاجات من الإضرار بأحد أو نفعه شرك في العبادة. അള്ളാഹു പിന്നെ മനുഷ്യന്റെ ഉപകാരം നേടാനും ഉപദ്രവം തടയാനും വേണ്ടി തുടങ്ങിയുള്ള ആവശ്യങ്ങളിൽ ജിന്നിലേക്ക് അഭയം തേടലും ജിന്നിനോട് സഹായാഭ്യർത്ഥന നടത്തലും ശിർക്കാണ്. ഞങ്ങൾക്ക് തർക്കമില്ല. ഈ ഫത്വ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പരിപൂർണമായി യോജിക്കുന്നു. ശരി, ഇനി നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അർത്ഥം കൂടി വായിക്കാം. ലിഅന്നഹു നൗഉൻ മിനൽ ഇസ്തിംതാഇ ബിൽ ജിന്നിയി. ആ ഇസ്തിംതാഇ ചർച്ചക്ക് വരണ്ടാന്ന് കരുതിയിട്ട് എന്താണാവോ വാക്യം? അത് പോട്ടെ. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കല്? സക്കരിയ സ്വലാഹ് ജിന്നോട് സഹായം ചോദിക്കാമെന്ന വാദമുള്ള ആളാണ്. ഒരു മിനിറ്റ്, എന്നെ കഴിഞ്ഞിട്ടില്ല. എന്താ കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളി. പിന്നെ വിജിന്റെ അതൊന്ന് ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഉത്തരം മാത്രം വായിച്ചു. ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് ലജ്നത്തു ദായിമ പറഞ്ഞിരിക്കുന്നു. ആ ലജ്നത്തു ദായിമ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ജിന്നിനോട് സഹായത്തേട്ടം എന്താണ്? ഷിർക്കാണെന്ന്. ആ സക്കരിയ സ്വലാഹ് അംഗീകരിക്കുന്നുണ്ട്, ഫൈസൽ മുസ്ലിയാർ അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സക്കരിയ സ്വലാഹ് ഒരു കാര്യം പറഞ്ഞു. എന്ത്? എല്ലാ തരം ചോദ്യങ്ങളും ഷിർക്കിന്റെ പരിധിയിൽ വരികയില്ല. അത് സക്കരിയ സ്വലാഹിന്റെ ആ പ്രശ്നമാണെങ്കിൽ ജമിഅത്തുൽ ഉലമയിൽ ഹനീഫ് കായക്കൊടി കൊടുത്തതും പ്രശ്നമാണ്. ആണ്, അൽഹംദുലില്ലാഹ്. അത് മതി. ഞങ്ങൾ ജമിഅത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുന്നു. അത് മതി. ജമിഅത്തുൽ ഉലമ പറഞ്ഞു തെറ്റാണ് എന്ന് നിങ്ങൾ ഇനി ഇതാ ലജ്നത്തു ദായിമന്റെ ഫത്വ. ആ പുസ്തകം ജമിഅത്തുൽ ഉലമ എഴുതി ഇറക്കിയിട്ട് അത് ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് കേട്ടു. ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ആയിരുന്നില്ല ഇത്രയും കാലം ജമിഅത്തുൽ ഉലമ. നിങ്ങൾ പറയാൻ പറ്റും, എന്റെ കഴിയട്ടെ. നിങ്ങൾ ജമിഅത്തുൽ ഉലമയുടെ ബുക്ക് എടുത്തോണ്ട് ഞാൻ പറയാം. ജമിഅത്തുൽ ഉലമയുടെ ആ ബുക്ക് വെച്ചിട്ട് ആരും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പണ്ഡിതന്മാരോട് കൂടിയതോ ചർച്ച ചെയ്തോ കൊണ്ടെടുത്ത തീരുമാനങ്ങളല്ല. ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും കോഴിക്കോട് ഒരു ഹോട്ടൽ വെച്ചുകൊണ്ട് റൂം വാടകയ്ക്ക് എടുത്തുകൊണ്ട് എഴുതിയിട്ടുണ്ടായ ബുക്കാണത്. ആ ജമിഅത്തുൽ ഉലമയുടെ തലയിൽ കിട്ടുമെന്ന് മാത്രം എങ്കിലും നിലനിൽപ്പുള്ളൂ. അത് ഒന്ന്. രണ്ടാമത്തേത്, അതിൽ വന്ന ഒരുപാട് അബദ്ധങ്ങൾ സലഫി ആശയങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുണ്ട്. ഇത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജമിഅത്തുൽ ഉലമക്ക് കത്തുകൊടുത്തു. ഇവിടെ ചർച്ച ചെയ്യല്ല, ജമിഅത്തുൽ ഉലമക്ക് കത്തുകൊടുത്തു. 30 പണ്ഡിതന്മാർ പേരെഴുതി കൊടുത്തു. അത് ഒന്നാമത്തെ പണ്ഡിതൻ അബ്ദുൽ കുസ്ലമി ആയിരുന്നു. ജുവർ ചുങ്കത്തറ അവരൊക്കെ പൂത്തുകളായി മാറി. ഇതാണോ ജമിഅത്തുൽ ഉലമ? ശേഷം നിങ്ങൾ ബുക്ക് എടുത്തിട്ടോണ്ട് ഞാൻ പറയാണ്, വീണ്ടും കത്ത് കൊടുത്തു. ആ കത്തിൽ 60ഓളം പണ്ഡിതന്മാർ ഒപ്പിട്ട് കൊടുത്തു. സമ്മേളനം കഴിഞ്ഞിട്ടാകാമെന്ന് പറഞ്ഞു. ഇന്നേ വരെ ഓരോരുത്തരെ ഓരോ ദിവസം തങ്ങൾക്ക് തെളിവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുകൊണ്ട് അവർ മാറ്റി നിർത്താന്നല്ലാണ്ട് ഇന്നേ വരെ ആ പുസ്തകത്തിൽ എന്താണുള്ളത് എന്നും സലഫി മനഹജിന് വിരുദ്ധമായിട്ട് എന്ത് വന്നു എന്ന് ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ജമിഅത്തുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ ജമിഅത്തുൽ ഉലമയിൽ ബഹുമാനനായ ഹനീഫ് കായക്കൊടി കൊടുത്ത ആ പ്രബന്ധവും ഇത് ശിർക്കാണ് എങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ സക്കരിയ സ്വലാഹി പറഞ്ഞത് ശരിയല്ല എങ്കിൽ ഹനീഫ് കായക്കൊടി കൊടുത്തത് എന്തെല്ലാം ശരിയല്ല. ജമിഅത്തുൽ ഉലമയുടെ ഈ വിഷയത്തിലുള്ള മറ്റൊരു ഫത്വ കേട്ടോളി. ജമിഅത്തുൽ ഉലമയിൽ ഉള്ള ആളുകൾ ഒന്ന് ബക്കർ അബൂ സെയ്ദ് അല്ല, ലജ്നത്തു ദായിമ ലിൽ ബുഹൂസിൽ ഇൽമി വൽ ഇഫ്താ, ജമിഅത്തുൽ ഉലമ അല്ല. അതായത് നേരത്തെ ഇവിടെ ഷിർക്കാന്ന് പറഞ്ഞല്ലോ, അവരിന് കൊടുക്കുന്ന അതിൽ തന്നെ മെമ്പർമാരുള്ള മറ്റൊരു ഫത്വയാണ്. മാ ഹുക്മു മൻ യഖൂമു ബി ഇർസാലി ജിന്നിയിൻ അലാ ലിസാനിൻ ഇൻസിൻ മംസൂസ് ക ഇർസാലിഹി മസലൻ. അതായത് ഒരു ജിന്ന് ബാധയുള്ള ഒരാളിലേക്ക് ഒരു ജിന്ന് ഇങ്ങനെ ചികിത്സിക്കാനും മറ്റും വേണ്ടി അത് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മറ്റൊരു ജിന്നിനെ പറഞ്ഞയക്കുക അല്ലെങ്കിൽ അതുമായുള്ള സഹായത്തോട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നിയി, ജിന്നിനെ ഉപയോഗപ്പെടുത്തൽ അനുവദനീയമല്ല. ബി അയ്യി നൗഇ മിനൽ ഇസ്തിഖ്ദാം, ഒരു തരത്തിലുള്ള ഉപയോഗവും. കാരണം അത് ജിന്നിനോടും പിശാചിനോടുമുള്ള ഇസ്തിആനയാണ്. അത് ഹറാമാണ്. സക്കരിയ സ്വലാഹിക്ക് മുമ്പ് ആര് പറഞ്ഞു എന്നല്ലേ? അത് ഹറാമാണ്. ഷിർക്കിന്റെ വസീലകളിൽ ഒന്നാണ്. ഒരുപാട് മഫാസിദുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് സാഹിറന്മാരെ കുറിച്ചും സിഹിറിനെ കുറിച്ചും ഈ ജിന്നി പിശാചുകൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാൻ പാടില്ല. അങ്ങനെ അവരോടുള്ള ഈ വിഷയത്തിലുള്ള സഹായത്തോട്ടം എന്താണ്? മുഹറമാണ്, വസീലത്തു ഷിർക്കാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതേ
ആദ്യമായിട്ട് ഞങ്ങൾക്കായിട്ട് എന്തുകൊണ്ട് ചോദ്യം വായിച്ചിലാണ് എൻ്റെ സമയം അവസാനിക്കാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ 15 മിനിറ്റ് ഈ ചോദ്യം ഓക്കെ. മാഹുക്കുൽ മനാദീരി വഹുവ ദുആഉ ജിന്നി വശയാത്തീൻ, ജിന്നിനോടുള്ള ദുആ, അതുപോലെ ശൈത്താനുള്ള ദുആ. അതേപോലെ അലാ ശൈഖിൻ മാലി അമലാ ബിഹി, ശ്രദ്ധിച്ചോളി, പറഞ്ഞ് ദുആ എന്നാണ്. അത് പ്രത്യേകം ഓർക്കുക. ഇനിയിപ്പം അപ്പുറത്തും മാറ്റി എന്ന് പറയണ്ട. അമലം മക്രൂഹ, ഒരു മക്രൂഹായ വെറുക്കപ്പെട്ട കാര്യം ചെയ്യുന്നതിന് വേണ്ടി ജിന്നോടും അതുപോലെ ദുആ നടത്തുകയാണ്. കാരണം യുഖാൽ ഖുദൂഹു ഇദ്ഹബൂ ബിഹി ഇൻഫിറൂ ബിഹി ബിഗൈരി ഖസ്ദിൻ, മനഃപൂർവമോ അല്ലാതെ അവനെ പിടിക്കൂ. അതും ശ്രദ്ധിക്കണം, മനഃപൂർവമോ അതല്ലാതെയോ അവനെ പിടിക്കൂ അല്ലെ അവനെ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ദുആ. വമാ ഹുക്കുമൻ ദാ ബിഹാദൽ ഖൗൽ, ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഹുക്കും എന്താണ്? അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഹുക്കും എന്താണ്? അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലം തുഖ്ബലു സ്വലാത്തും വലാ സിയാമും വലാ യഖ്ബറു ഫി മഖാബിൽ മുസ്ലിമീന, അവൻ സ്വീകരിക്കുകയില്ല, അവനെ മുസ്ലിങ്ങളുടെ എന്താണ് പറയുന്നത്? അവന് പിന്നെ അവന് ജനാസ പിന്തുടരുകയും നമസ്കരിക്കുകയും ചെയ്യാൻ പാടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന് ഹുക്കും എന്താണ് ചോദിക്കുന്നത്? മറുപടി ചോദിച്ചത് ദുആ എന്നാണ്, പ്രാർത്ഥിച്ചാൽ. മറുപടി അൽ ഇസ്തിആനത്തു, സഹായത്തേട്ടം. ദുആ എന്നല്ല പ്രയോഗിച്ചത്. ഞാൻ എന്തുകൊണ്ട് അപ്പോൾ വിശദീകരിച്ചാൽ മറുപടി കൂടിയാണ്, കാരണം അപ്പം അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അൽ ഇസ്തിആനത്തു, ഞാൻ മുഴുവൻ വായിച്ചത്. അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനുള്ള സഹായത്തേട്ടം. ദുആ എന്നല്ല പ്രയോഗിച്ചത്, ജിന്നിനുള്ള സഹായത്തേട്ടം. വല്ലുജൂ ഇലൈഹിം, ആ ജിന്നിലേക്കുള്ള പിന്നെ അഭയം തേടലും. അതുപോലെ എന്തിനു വേണ്ടി? ഫീ ഖളാഇൽ ഹാജാതി, ഒരു മനുഷ്യന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി. മിനൽ ഇൽറാരി ബി അഹദിൻ ഔ നഫഇഹി, ആരെങ്കിലും ദ്രോഹിക്കാനോ ആർക്കെങ്കിലും ഉപകാരം ചെയ്യാനോ. ശ്രദ്ധിച്ചോളൂ, ആരെങ്കിലും ദ്രോഹിക്കാനോ ആർക്കെങ്കിലും ഉപകാരം ചെയ്യാനോ വേണ്ടിയുള്ള ജിന്നിയോടുള്ള സഹായത്തേട്ടം അല്ലെങ്കിൽ അതിലേക്ക് അഭയം തേടുക എന്നുള്ളത് അതെന്താണ്? ശിർക്കുൻ ഫിൽ ഇബാദ. അവിടെ ദുആ എന്നല്ല അവർ ഉപയോഗിച്ചത്, ഷിർക്കുൻ ഫിൽ ഇബാദ, ഇബാദത്തിലെ ഷിർക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ജിന്നെ രക്ഷിക്കണേ എന്നുള്ളത് ഹറാമല്ല, ഷിർക്ക് തന്നെയാണ്. അത് ഇസ്തിയാൻ അല്ലാതെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇസ്തിയാൻ അല്ലാതെ പറയാൻ പറ്റുമോ? സഹായതട്ടം അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഭൗതികമാണോ അല്ല എന്ന് ഇവർ വേണ്ടോ? ഇല്ല, അത് ഇസ്തിയാനയാണ്, അത് സഹായതട്ടമാണ്, അത് നൗമിൽ ഇബാദയാണ്. അതേപോലെ ഇസ്തിംതായുടെ കളി ഉണ്ടായിരുന്നു ഇവിടെ. ആ ജിന്നിനോടുള്ള ഇസ്തിംതാഅ് പരസ്പരം ഉപകാരമെടുക്കൽ കൂടിയാണത്. എങ്ങനെ? ബിജാബത്തിഹി സുആലിഹി വഖളാഇ ഹവായിജിഹി, അവന്റെ ആവശ്യനിർണയത്തിനും അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും. ഫീ നദീർ ഇസ്തിംതാഅ് ജിന്നി ബി തഅദീമിൽ ഇൻസി ഫീ നദീർ ഇസ്തിംതാഅ് ജിന്നി ബി തഅദീമിൽ ഇൻസി, മനുഷ്യനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ജിന്നുകൾ ഇങ്ങനെ ചെയ്യുന്നതും. വലുജൂഹി ഇലൈഹി വഇസ്തിആനതി ബിഹി ഫീ തഹ്ഖീഖ് റഗ്ബതിഹി, അവന്റെ ആഗ്രഹ നിർവഹണത്തിനും ആഗ്രഹത്തിന്റെ സാധൂകരണത്തിനും വേണ്ടി അവനോട് സഹായം തേടുന്നതും എല്ലാം തുല്യമാണെന്നാ അവിടെ ദുആ എന്നല്ല ഇവര് പറഞ്ഞത്. പിന്നെ എന്നിട്ട് അവര് പിന്നെ പറയാണ് വിവാദ പിന്നെ പ്രസ്താവന വന്ന ആ ആയത്ത് ഇവിടെ ഉദ്ധരിക്കണം. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അത് വസിയത്ത് ശരിക്ക് തെളിവാണ് എന്നുള്ളത്. ഞാനിവിടെ പറയാൻ വിചാരിച്ചതല്ല, പക്ഷെ എന്നെ കൊണ്ട് ഇപ്പം പറയിപ്പിച്ചു അത്. ഇനി എന്നിട്ട് എന്നിട്ട് പറയാണ് നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോ. മനുഷ്യൻ ജിന്നോട് സഹായം തേടുന്നത് മറ്റൊരു ആൾക്ക് ലററുണ്ടാക്കാൻ വേണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഇസ്തിആത്താണെങ്കിലും മിശരിൻ അതെല്ലാം ശിർക്കാണ് എന്ന ചോദ്യം ദുആ, ഉത്തരം ഇസ്തിആനത്ത്. ചോദ്യം ദുആ, ഉത്തരം ഇസ്തിആനത്ത്. ദുആ എന്നൊരു പരമ്പരയോടെ പ്രയോഗിച്ചിട്ടില്ല. എന്നിട്ടോ ഇനി അങ്ങനെ ചെയ്യുന്നവർ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ഇനിയിപ്പോ ഇതാരാ അളവ്? പുതിയ ആളുമല്ല, പഴയ ആളുകളാണ്. അബ്ദുല്ലാ ബിൻ മുനിയ, അബ്ദുല്ലാ ബിൻ ഖദിയാൻ, അബ്ദുർ റസാഖ് അഫീഫി. ഇതാ ഫത്താവ ദൈമയുടെ പിന്നെ 1-ാം വാള്യത്തിലുള്ളതാണ്.
ഏത് ഞാൻ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇതിന് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. സക്കരിയാക്കുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ സക്കരിയ എന്തുകൊണ്ടാണ് ഈ ജിന്ന് ഹാദിറും ഖാദിറും ആണെങ്കിൽ അത് ശിർക്കാവില്ല എന്ന് പറഞ്ഞത്? അത് ശിർക്കാവില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മുടെ വിഷയം സക്കരിയ സുലൈയാണ്. പക്ഷെ ഇപ്പൊ ഫൈസൽ മുസ്ലിയാരും ജബ്ബാർ മൗലയും ജമ്മത്തുൽ ഏത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ഓരോന്നോരോന്ന് പറയാം. ഇപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ചോദ്യം ദുആയാണ്, ഉത്തരം ഇസ്തിആനത്താണെന്ന് പറഞ്ഞു. എങ്കിൽ ഇസ്തിആനത്തും ദുആയും തമ്മിൽ വ്യത്യാസം എന്താ? സുഹൃത്തെ ഇല്ല, ഇരിക്കെ. അപ്പൊ ഞങ്ങളെ കുറിച്ച് ഇല്ലാത്ത വാദം പറയരുത്. എന്ത് അപ്പൊ നിങ്ങൾക്ക് ദുആയും തിരിഞ്ഞിട്ടില്ല, ഇസ്തിആനും തിരിഞ്ഞിട്ടില്ല. ദുആയാകുന്ന ഇസ്തിആനത്ത് ഈ ദുആയാകുന്ന കാരണം ചോദ്യം എന്താണ്? ദുആനെ കുറിച്ചാ. അപ്പൊ മറുപടി ഇസ്തിആനത്ത് പറയുമ്പോ ആ ദുആയാകുന്ന ഇസ്തിആനത്ത് ഞാൻ നിങ്ങളോട് ആ കിതാബ് എന്താണ്? ഒരു മിനിറ്റ് ആ കിതാബ് തരും. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ആ കിതാബ് തരും. ഇത് ഞാൻ നടത്തിയതൊരു ഇസ്തിആനത്താണ്. ഇത് ശിർക്കാണോ അല്ലേ? ഞാൻ ചോദിച്ചത്, ഞാൻ കിതാബ് ചോദിച്ചു നിങ്ങളോട്. ശരി, നന്നായി, മതി. നിങ്ങളിതിനെ ദേഷ്യപ്പെടണ്ട, അതിന്റെ ആവശ്യമില്ല. പഠിച്ചോളി. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹു നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പ്രഖ്യാപിക്കുന്ന നമ്മൾ പലരോടും എന്ത് ചെയ്യാറുണ്ട്? സഹായം ചോദിക്കാറുണ്ട്. അതിനെല്ലാം ഇസ്തിആനത്ത് അറബിയിൽ പറയും ചെയ്യും. പക്ഷെ ആ ഇസ്തിആനത്ത് എന്തെല്ലാം ശിർക്കിന്റെ പരിധിയിൽ വരുന്നതല്ല. ഞാൻ പറയട്ടെ, എന്നാൽ ഒരു വ്യക്തി ദുആ എന്ന വിഷയം വാക്ക് വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ദുആ ശിർക്കാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് മറുപടി പറയുമ്പോൾ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ആ ഇസ്തിആനത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ദുആയാകുന്ന ഇസ്തിആനത്ത് ആർക്കാ തർക്കം? സക്കരിയ സുലൈക്കുണ്ടോ ദുആയാകുന്ന ഇസ്തിആനത്ത് ജിന്നോട് ചോദിക്കണമെന്ന്? അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ സമർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. സക്കരിയ സുലൈക്ക് ശിർക്ക് സ്ഥാപിക്കണം എന്ന ഒരു വാദം ഉള്ളതുപോലെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ സംസാരം. കാരണം ദുആയാകുന്ന ഇസ്തിആനത്ത് ജിന്നിനോട് ആകാം എന്നാണ് സക്കരിയ സുലൈയുടെ വാദം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്തൊരു ആരോപണം പറയൽ മാത്രമാണ്. സംസാരിക്കണ്ട. അപ്പോ ദുആയാകുന്ന ഇസ്തിആനത്ത് ജിന്നിനോട് പാടില്ല, ജിന്നിനോട് എന്നല്ല അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനോടും പാടില്ല എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്നിവരെ പറഞ്ഞു വന്നിട്ടുള്ളത്. പിന്നെ വിചിന്തനം എടുത്തിട്ട് പറഞ്ഞു സക്കരിയ സുലൈയെ പുറത്താക്കാനുള്ള കാരണം ഇതാ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തിൽ നിന്ന് പിന്മാറി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നോടൊരാൾ മുമ്പിൽ കടലാസ് കൊടുന്നു തരാം, ഇനി മേലാ ഞാൻ കള്ളു കുടിക്കുകയില്ല എന്ന് ഒപ്പിട്ട് തരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല, കാരണം ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. സക്കരിയ സുലൈക്കുള്ള വാദം എന്താണ് എന്ന് ചർച്ചയ്ക്ക് ഇരിക്കാനും ആ വിഷയം പഠിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടും അത് തയ്യാറായിട്ടില്ലല്ലോ. ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാലും അവര് ചില തീരുമാനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുക്കും. ഞാൻ പറഞ്ഞതാ, ഈ പുസ്തകത്തിൽ ചർച്ചയ്ക്ക് വന്നു. ഇതാണ് ചർച്ച കൊടുത്തത്, വസീലത്തു ശിർക്കും മസാലു ശിർക്കും ഒക്കെ, ദറായി ശിർക്കും. പിറ്റേ ദിവസം എന്താ നമുക്ക് സർക്കുലർ വന്നെന്നറിയോ? ഒക്കെ ശിർക്കാണ്. ആ പുസ്തകം വേറെ പിന്നെ വന്നത് എല്ലാം ശിർക്കാന്ന്, പിന്നെ എല്ലാം ശിർക്കാണെന്ന് നമുക്ക് സർക്കുലർ വന്നു. അപ്പൊ ചോദിച്ചു പിറ്റേ ദിവസം, ഇന്നലെ അനീഫ് കായക്കൂടി കൊടുത്ത ചർച്ചയിൽ വസീലത്ത് ശിർക്കും ഹറാം, വസീലത്ത് പിന്നെ ദറായി ശിർക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇന്നും ആണ് സർക്കുലറിൽ ഒക്കെ ശിർക്കായത് എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ബഹുമാനനായ അബ്ദുൽ അലീം അലിയും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത് അതൊന്നും ഇവിടെ ചോദിക്കേണ്ട ആവശ്യം തീരുമാനിച്ചു കഴിഞ്ഞതാണ്, സ്വയം തീരുമാനിക്കല. അതിനോട് ചോദിച്ചു, ഇന്നലെ അനീഫ് കായക്കൂടി കൊടുത്ത ചർച്ചയിൽ വസീലത്ത് ശിർക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് എല്ലാം ശിർക്കാണെന്ന് കാണുന്നു, എപ്പോഴത് മാറിയത് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അതൊക്കെ അബ്ദുറഹ്മാൻ സലഫിയോട് ചോദിച്ചാൽ മതി. ഈ ജാതി കളികളാണ് ജമിയത്തുൽ ഉലമക്ക് അകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോ പ്രാർത്ഥന, ദുആ, ഇസ്തിആനത്താകുന്ന ദുആയാകുന്ന ഇസ്തിആനത്ത് അത് അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ, ആ ജിന്നോട് പാടില്ല. ആ ഫത്വയാണ് ഈ കിതാബിൽ വന്നത്. അതേ ഖദിയാൻ തന്നെയാണ് എന്ത് പറഞ്ഞത്? അതേ ഖദിയാൻ എന്ത് പറഞ്ഞത് കേട്ടോളൂ. അവസാനം പറഞ്ഞ എന്താണ്? ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നിയ്യി ബിഅയ്യി നൗഇ മിനൽ ഇസ്തിഖ്ദാമി ലിഅന്ന ദാലിക മിനൽ ഇസ്തിആനതി ബിൽ ജിന്നി വശയാത്തീൻ. ജിന്നോടും ശൈത്താനോടുമുള്ള ഇസ്തിആനയാണ്. വഹിയ മുഹറമത്തുൻ, അത് ഹറാമാണ്. വവസീലത്തുൻ വവസായിലു മിൻ വസായിലി ശിർക്കി,
നേരത്തെ ഷിർക്കാണെന്ന് പറഞ്ഞ അതേ ഇസ്തിആന എന്ന പദം ഉപയോഗിച്ച അതേ ഗദിയാനാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഹറാമെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ കുറിച്ച ഇസ്തിആനത്ത് ദുആഇന്റെ അർത്ഥത്തിലാണ്, ഇവിടെ കുറിച്ച ഇസ്തിആനത്ത് എന്തെല്ലാം ദുആഇന്റെ അർത്ഥത്തിലല്ല. ഇത് തിരിയണമെങ്കിൽ സംഘടനാ പക്ഷപാതിത്വം, സംഘടന എന്ത് പറയുന്നു അത് ദീനാണ് എന്നുള്ള ആ മരം ബുദ്ധി അത് മാറ്റിവെച്ച് പ്രമാണത്തിൽ എന്ത് പറയുന്നു അത് മനസ്സിലാക്കാൻ നല്ല മനസ്സുണ്ടായാൽ തീർച്ചയായും ആ വിഷയത്തിൽ നമുക്ക് സത്യം ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഫത്വ വിശദീകരിക്കണം. ഈ രണ്ട് ഫത്വയും നമ്മൾ വ്യത്യാസം എന്താണ്? രണ്ട് ഫത്വയിലും ചോദ്യം അതാണ്. രണ്ട് ഫത്വയും നമ്മൾ ചോദ്യത്തിന് വ്യത്യാസം എന്താണ്? രണ്ട് ഫത്വയിലൂടെയും ഉത്തരത്തിന് വ്യത്യാസം എന്താണ്? എന്തുകൊണ്ട് ഈ ഉത്തരത്തിൽ വ്യത്യാസം വന്നു? എന്തുകൊണ്ട് ആ ഫത്വയിൽ വ്യത്യാസം വന്നു? ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മളെ ഞാൻ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിനും ഇവിടെ കൂടിയോ അതിൽ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സക്കരിയ സലാഹയുടെ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ കൂടിയത്. പക്ഷെ പിന്നെ അതിൽ നിന്ന് പരിപൂർണം മാറിയ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. കാരണം ഞാൻ ഇവിടെ എന്താ പറഞ്ഞത് സക്കരിയ സലാഹിക്കിന്റെ വാദമുണ്ട്. ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു സക്കരിയ സലാഹിക്ക് വാദമുണ്ടോ എന്ന്, നിങ്ങൾ മറുപടി പറഞ്ഞോ? ഹയ്യായ ഖാദിറായ ജിന്നോട് സഹായം തേടൽ അത് പിന്നെ ലൈഫ്. ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സലാഹിക്ക് വാദമുണ്ടോ? നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറയട്ടെ, നിങ്ങൾ പറയൂ, ആ സക്കരിയ സലാഹിക്ക് വാദമുണ്ടോ ഇല്ലയോ? ഹയ്യായ ഖാദിറായ പിന്നെ ഹാലിറായ പരിധിയിലുള്ള ജിന്നോട് സഹായം തേടിയാൽ, ഭൗതിക സഹായം തേടിയാൽ, ഞാൻ പറയട്ടെ അല്ല അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്, ഞാൻ പിന്നെ അനിഫസന പറഞ്ഞത് നിങ്ങൾ ആരുമായിട്ടും എനിക്ക് ഞാൻ പറയട്ടെ, അത് എന്നെ അതിലേക്ക് ഈ സംഘർഷത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ ഇരിക്കും. ഞാനിവിടെ അനീഫാസ സംസാരിച്ചത് ഈ സക്കരിയ സഹായിന്റെ വിഷയത്തിലാണ്. ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞു ഈ പിന്നെ സ്വാഭാവികമായി വരുമ്പോൾ ഞാൻ ഒരു മറുപടി പറഞ്ഞത് സക്കരിയ സലാഹി എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് വിഷയമല്ല, അതല്ല ഇവിടെ വേണ്ടത്. കാരണം സക്കരിയ സലാഹിയുടെ വിഷയത്തിലാണ് വലിയ പ്രശ്നം ഉണ്ടായത്. സക്കരിയ സലാഹിക്ക് വേണ്ടിയാണ് ഇവിടെ സിന്ദാബാദ് വിളിക്കപ്പെട്ടത്. സക്കരിയ സലാഹിക്ക് വേണ്ടിയാണ് ഇവിടെ നേതാക്കന്മാരെ തെറിവരയപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ വിഷയം സംസാരിക്കാൻ പറഞ്ഞപ്പോ എനിക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ ഒരു ഒളിച്ചോട്ടമാണ് നടത്തിയത്. നമുക്കതല്ല വേണ്ടത്. ഞാൻ ചോദിച്ചു നിങ്ങളോട്, സക്കരിയ സലാഹിക്ക് വാദമുണ്ടോ ഇല്ലയോ? ഹയ്യായ ഖാദിറായ അതല്ലെങ്കിൽ പിന്നെ ഹാലിറായ മുസ്ലിമായ ജിന്നോട് ഭൗതിക സഹായം തേടിയാൽ അത് ശിർക്കാവില്ല, അത് വസിയത്ത് ശിർക്കാവൂ, അത് പിന്നെ ഹറാമയാവൂ എന്ന വാദം സക്കരിയ സലാഹിക്കുണ്ടോ ഇല്ലയോ? നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഒരു മിനിറ്റ് അവിടെ ഈ വാദം ഇവിടെ ഉണ്ടോ ഇല്ലയോ? നമുക്ക് പിന്നെ ബാക്കിയുള്ളൊക്കെ എടുക്കാം. KJ-ന്റെ പത്ത് പിന്നെ എടുക്കാം, അതുപോലെ മറ്റു പിന്നെ എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെ സംസാരിക്കാനല്ല വന്നത്. അതിനെ സംസാരിക്കണമെങ്കിൽ അതിന് വേറെ വേദി ഉണ്ടാക്കണം. ഞാനിവിടെ വന്നതിന് വേണ്ടിയാ, നിങ്ങൾ എന്തിനു വന്നോ എനിക്കറിയില്ല. ഞാനിവിടെ വന്നത് സക്കരിയ സലാഹിക്ക് വാദമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, സക്കരിയ സലാഹിയുടെ നാവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വാദം ചർച്ച ചെയ്യാൻ അവിടെ വന്ന് നിങ്ങൾ പറഞ്ഞില്ല വരെ വാദമുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. എന്താ വാദം? സക്കരിയ സലാഹി ജിന്നോട് തേടാൻ വാദമുണ്ടോ ഇല്ലയോ? അത് പിന്നെ വസീത്ത് ശിർക്കാകും അല്ലെങ്കിൽ വസീത്ത് പിന്നെ ഹറാമയാകൂ, ശിർക്കാവില്ല എന്ന വാദം ഉണ്ടോ ഇല്ലയോ ഒന്ന് പറയുങ്ങളെ. ഞാൻ പറയട്ടെ, അത് സമർപ്പിക്കേണ്ട രംഗം സമർപ്പിച്ചോ. അത് ഞാൻ എന്റെ വാദം KJ-ന്റെ വാദമാണ്. അതാണ് നേരത്തെ പറഞ്ഞല്ലോ, കേട്ടോ ആയത്തെ പറഞ്ഞു എന്താണ് ജിന്നിനോടുള്ള എല്ലാ ഇസ്തിആനത്തും. ഞാൻ പറയട്ടെ, സക്കരിയ സലാഹിയുടെ ഭാഗത്തേക്ക് സംസാരിക്കാമോ? ഞാൻ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു എന്താണത്? അത് പിന്നെ അതിന്റെ തെളിവ് അല്ലെ, അല്ലെങ്കിൽ നിന്റെ വാദം ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടവും എല്ലാ ഇസ്തിആനത്തും, ഞാൻ പ്രയോഗിക്കട്ടെ, സഹായം വേണ്ട, എല്ലാ ഇസ്തിആനത്തും, ജിന്നോടുള്ള എല്ലാ ഇസ്തിആനത്തും ഷിർക്കാണ്. അത് തെളിവ് എന്താണോ? ഒരു മിനിറ്റ് ഞാൻ പറയാം. അതിന്റെ വിശദീകരണത്തിൽ അല്ല
ഞാൻ വിശദീകരിക്കാം. ഇരിക്കോ, ഞാൻ സംസാരിക്കട്ടെ, ഇരിക്കാം. ജിന്നോടുള്ള എല്ലാ സഹായത്തേട്ടവും അത് ശിർക്കാവുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഒന്ന്, അത് ജിന്നെ കുറിച്ചുള്ള ഏതൊരു വിവരം കിട്ടണമെങ്കിലും, ഏത് വിവരം, സുഹൃത്തെ ഞാൻ വിശദീകരിക്കാണ്. ജിന്നിനോടുള്ള ഏത് സഹായത്തേട്ടവും അതെങ്ങനെ ശിർക്കാവും? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്തിആനത്ത് എന്നുള്ളത് അത് രണ്ടു തരമുണ്ട്. ഇവിടെ ആർക്കും അത് വിഷയമില്ല. ഇസ്തിആനത്ത് രണ്ടു തരമുണ്ട്. ഒന്ന് ഭൗതികമായി നാം ചേടുന്നത് പഠിപ്പിച്ചു. അബ്ബാസ് ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കണം. ഇബ്നു അബ്ബാസ് പുറത്തിറങ്ങിയിട്ട് അള്ളാഹുവിനകത്ത് സഹായം ചോദിച്ചില്ലേ? അള്ളാഹുവോട് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞുള്ളൂ. പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു എനിക്ക് ഭക്ഷണം എന്നാ പറഞ്ഞത്? അപ്പൊ അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സാമാന്യ ബുദ്ധിയുള്ള ആളുകളെ മുജാബിസ്ഥാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ല ബുദ്ധി നശിച്ച ആളുകളല്ല. അപ്പോ അത്തരത്തിലുള്ള ഭൗതികമായ സഹായത്തേട്ടം, എന്റെ തൊണ്ട പോയിട്ടുണ്ട്, ആ ഭൗതികമായ സഹായത്തേട്ടം അതൊരിക്കലും എന്തല്ല ശിർക്കാണ് എന്ന് ഇന്നവർ ആരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ആ ജിന്നുകൾ ഇവിടെ മനുഷ്യന്മാർക്ക് അറിയാൻ കഴിയാത്തവരാണ്. ആ ജിന്നുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ വഹി വേണം. മുഹമ്മദ് നബിക്ക് ആ വഹി ലഭിച്ച അടിസ്ഥാനത്തിലാണ്. അത് നബി മോചത്തുള്ളത് കൊണ്ടാണ് ജിന്നെ കുറിച്ച് വിവരം ഉണ്ടായത്. ഈ വിവരം ഉള്ള ആ ജിന്നോട് സഹായത്തേട്ടം അത് ഹലാലാകും, അല്ലെങ്കിൽ ഹറാമാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ തെളിവ്? ആ തെളിവ് അപ്പുറത്ത് നോക്കി തെളിവാൻ തരാം. നിങ്ങൾ ഈ ജിന്നോട് സഹായത്തേട്ടം അത് ഹറാമയാകൂ എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണിത്. ഇവിടെ ജിന്നിനെ കുറിച്ച് ഒരു വിവരവും നമുക്കറിയില്ല. അത് എവിടെ ഉണ്ടെന്ന് അറിയില്ല, എങ്ങനെയെന്നറിയില്ല. ആ അറിയാത്തൊന്നിനോട് സഹായത്തേട്ടം ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നെ കുറിച്ച്, ആ ജിന്ന് അഭൗതിക ജീവിയാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന ജീവി ആ ജിന്നോട് എപ്പോഴെങ്കിലും സഹായം തേടിയോ അല്ലെങ്കിൽ സഹാബികൾ അങ്ങനെ പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അതൊക്കെ തന്നെയാണ് തെളിവ്. ജിന്നിനോട് സഹായം തേടണം എന്നൊരു വാദം ഒരാൾക്ക് ഉണ്ടെങ്കിലല്ലേ അതിന് തെളിവ് കൊണ്ടുവരുന്നു പറയേണ്ട ആവശ്യം. സക്കരിയ സ്വലായിക്ക് ഹയ്യായ ഹാലിറായ ഖാദിറായ ജിന്നിനോട് സഹായം തേടാം എന്ന വാദം ഇല്ല. ചോദ്യം നിങ്ങൾ ചോദിച്ചോളൂ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എൻ്റെ കാട്ടിക്ക് പ്രായമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ പ്രായമുണ്ട്. അതുകൊണ്ട് എനിക്കെൻ്റെ സംസാരത്തിൽ കുറച്ച് ഇത് പദം വരുത്തണം. പക്ഷെ നിങ്ങളെ ചിലപ്പോൾ ആവശ്യങ്ങൾ എൻ്റെ യുവത്വ ഇതിനോട് ഇതാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കാൻ ചോദിക്കും, നിങ്ങൾ സക്കരിയ സ്വലായിക്ക് ഹയ്യും ഹാലിറും ഖാദിറുമായ ജിന്നോട് സഹായം ചോദിക്കാം എന്ന വാദം ഇല്ല. ചോദ്യം എന്താണെന്ന് ആവർത്തിച്ചോളി. ഏയ് പറയും ചോദ്യം, പിന്നെ അതന്നെ പറയണം. എന്താ പിന്നെ മുസ്ലിമും പരിധിയുള്ളതുമായ ജിന്നോടുള്ള സഹായത്തേട്ടം, ഭൗതിക സഹായത്തേട്ടം, ഭൗതിക സഹായത്തേട്ടം അത് വസിയത്ത് ശിർക്കാവൂ, ഹറാമയാവൂ, അത് ശിർക്കാവില്ല എന്നാണ് വാദം. മനസ്സിലായി. ഈ ഒരു അതായത് ഹയ്യായ ഹാലിറായ പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത് അത് പ്രാർത്ഥനയാകുന്നതാണോ ആകാത്തതാണോ? അപ്പോഴേ സക്കരിയാവിന്റെ വാദം പറയാൻ പറ്റുള്ളൂ. പ്രാർത്ഥന ഇല്ലാത്ത സഹായത്തേട്ടമാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല. അതിന്റെ അർത്ഥം ജിന്നോട് സഹായം ചോദിക്കാം എന്നും അല്ല. ഇനി അടുത്തത് അല്ല, ഇനി പരിശീലിക്കും. നിങ്ങൾ 10 മിനിറ്റ് പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ, ഉത്തരം കിട്ടി. കാരണം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥന ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സക്കരിയ സ്വലാഹി ഒരു ജിന്നിനോട് പ്രാർത്ഥനയില്ലാത്ത ഭൗതികമായ ഒരു സഹായം കേട്ടമല്ല, അതിന് കേട്ടെന്നാണ് പ്രാർത്ഥന ചോദിക്കുന്നത്. അത് ഇസ്ലാമെന്ന് പോണ ശിർക്കാണെന്ന് ഇനി ഈ വാദം
2012 അല്ലെങ്കിൽ 2007 സക്കരിയ സുലായിക്ക് പുതിയ ഉണ്ടായതല്ല. ഇത്രയും കാലം ഈ ഹദീസ് യാ ഇബാദല്ലാ എന്നുള്ള ഹദീസ് ചർച്ചയ്ക്ക് വരികയും അത് വെച്ചുകൊണ്ട് ഏതെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയും ചെയ്തു, അവരൊക്കെ ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ തത്വമാണ്. ഉദാഹരണമായി ഇത് കേട്ടോളൂ. ഇത് തൈസീറുൽ അസീസ് ഹമീദ് ഫി ശറഹ് കിതാബ് തൗഹീദ് ഷെയ്ഖ് അല്ലാമ സുലൈമാൻ ഷെയ്ഖ് അബ്ദുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ ഷെയ്ഖ് സുലൈമാൻ പറയാണ്, എന്തുകൊണ്ട് ഇത് പ്രാർത്ഥനയാകുന്നില്ല യാ ഇബാദല്ലാ എന്നുള്ള ആ വിളി? അദ്ദേഹം പറയാണ്, ലിഅന്ന ഹാദാ മിൻ ദുആഇൽ ഹാദിരി, ഹാദിറുള്ള ഒരു ഒരുത്തനെ വിളിക്കലാണ്. പിന്നെ ഫീമാ യഖ്ദിറു അലൈഹി, അവന് കഴിവുള്ള വിഷയങ്ങളിൽ. കമാ ഖാല, അല്ലാഹ് പറഞ്ഞതുപോലെ, ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഫഇന്ന ലില്ലാഹി ഫിൽ അർളി ഹാദിറ, അല്ലാഹുക്ക് അവിടെ ഹാദിറായ അടിമകളുണ്ട്. അപ്പൊ കേൾക്കുന്ന ആളാണ്, കാണുന്ന ആളാണ്, ഹാജറുള്ള ആളാണ്, കഴിവുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അതിലെന്ത് വരുന്നില്ല? അതൊരു പൊതു തത്വമാണത്. ആ തത്വത്തെ ഹദീസിലേക്ക് കൂട്ടിയോജിപ്പിക്കണം. അല്ലാണ്ട് ഒരു തത്വം ഉണ്ടാക്കിയിട്ട് ഒരു ഹദീസ് തെളിവായി കൊണ്ടുവന്നിട്ട് വസീലത്തു ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹദീസ് കൊണ്ടുവന്നതല്ല. ആ ഒരു കളവ് നിങ്ങൾ ആദ്യം പറഞ്ഞു. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹദീസ് അല്ല ഇത്. നേരെ മറിച്ച് തത്വം പൊതുവെ നിലവിലുണ്ട്. ജീവനില്ലാത്തതിനോട് ചോദിച്ചാൽ ശിർക്കാണ്, മുമ്പിൽ ഇല്ലാത്തതിനോട് ചോദിച്ചാൽ ശിർക്കാണ്, കഴിവില്ലാത്തതിനോട് അള്ളാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കാണ്. ആ തത്വം നിലവിലിരിക്കുന്നുണ്ട്. അതിലേക്ക് ഹദീസ് യോജിച്ചു വരികയാണ്. നിങ്ങൾ പറഞ്ഞ എന്താ? വസീലത്തു ശിർക്ക് എന്ന പുതിയതായ വാദം സ്ഥാപിക്കാൻ വേണ്ടിയും ഈ ദുർബലമായ ഹദീസ് കൊണ്ടുവന്നു. എങ്കിൽ ഈ ആരോപണം ബഹുമാനനായ ഉമർ മൗലിയെ കുറിച്ച് നിങ്ങൾ പറയേണ്ടി വരും. കാരണം ബഹുമാനനായ ഉമർ മൗലിയെ കുറിച്ച് ഇത് കഴിയട്ടെ, ബഹുമാനനായ ഉമർ മൗലിയെ കുറിച്ച് നിങ്ങൾ മറുപടി ഇതേ വാദങ്ങൾ പറയേണ്ടി വരും. കാരണം ഇതേ ചോദ്യം ഉമർ മൗലിയോട് വന്നപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? ഈ ഹദീസ് ബലഹീനമാണെന്ന് തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സെയ്ദ് ബിൻ അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദും ഇടമുറിഞ്ഞതും നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും, ഇപ്പോ ചില ആൾ ചോദിക്കാറുണ്ട്, എന്തിനാ സങ്കല്പിക്കുന്നത്? ഉമർ മൗലി അങ്ങനെ സങ്കല്പിച്ച നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ അള്ളയും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അവർ വിളിച്ചാൽ കേൾക്കൂല, ഈ കേൾക്കുന്നു സങ്കല്പിച്ചാൽ തന്നെയും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താ വിശദീകരണം? ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദ വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. ആ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് യാ ഇബാദല്ലാ എന്നുള്ള ഹദീസ് പല ഖുറാഫികളും കൊണ്ടുവന്നപ്പോൾ അവർക്ക് മറുപടി എന്ന നിലക്ക് മാത്രമാണ് ഉമർ മൗലവി എടുത്തിട്ടത്. അല്ലാണ്ട് ഉമർ മൗലവി ഒരു വാദം വസീലത്തു ശിർക്ക് സ്ഥാപിക്കാനോ ജിന്നോട് പ്രാർത്ഥിക്കാമെന്ന് പറയാനോ വേണ്ടി ഹദീസ് കൊണ്ടുവന്നതല്ല. അത് ഉമർ മൗലവി എന്ന് മാത്രമല്ല, എല്ലാ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും ഈ ഹദീസ് ആദ്യമായി ഒരിക്കലും തീയിട്ടില്ല, ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇത് വിശദീകരിക്കട്ടെ മുഴുവൻ. ശേഷം അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം എന്നാണല്ലോ ഹദീസുള്ളത്. ഒരു വിജന പ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും ബാധകമല്ല, മരുഭൂമിയിലേക്ക് മാത്രമേ ഹദീസ് പ്രത്യേകമാണ് എന്നർത്ഥം. ഒരു വിജന പ്രദേശത്ത്, ഇനി അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസ് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതിനർത്ഥം വിളിച്ചോളി എന്നല്ല. ഉമർ മൗലിനെ കുറിച്ച് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പണ്ടായ രോഷവും ഈ ഇതുണ്ടല്ലോ, പിന്നെ വികാരവും പണ്ട് കഴിയട്ടെ, പണ്ട് എന്തുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞില്ല? കാരണം അവർ മനസ്സിലാക്കി ഇതിൽ എന്തില്ല, ശിർക്ക് വരുന്നില്ല. കാരണം അള്ളാഹ് വെച്ച സംവിധാനമാണത്. പക്ഷെ ഹദീസ് എന്താണ്? ലൈഫാണ്. അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ തന്നെ പാടില്ല. അപ്പൊ ഉമർ മൗലവി ജിന്നിനെയും മലക്കിനെയും സഹായത്തിന് പ്രതീക്ഷിക്കാമെന്ന് ഇവിടെ പറഞ്ഞു. ഇതാണ് ഹദീസിന്റെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് രക്ഷിക്കണമെന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഞാൻ ഇബാദല്ലാ എന്ന് വിളിച്ചാലോ കാഫിറായി പോകുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് ജീവനുള്ളവരാണ്, അതാണ് ഹയ്യ്. ചോദിക്കുന്ന കാര്യം എന്താണ്? കഴിവുള്ള കാര്യമാണ്, അതാണ് ഖാദിർ. ചോദിക്കുന്ന ആരോടാം? ജീവൻ, പിന്നെ മുമ്പിലുള്ളവരോടാം, അതുകൊണ്ടാണ് ഹാദിർ. അല്ലാതെ സങ്കല്പിച്ചുണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ചുണ്ടാക്കി വിളിക്കണം എന്നല്ല പറയുന്നത്. ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹദീസിനെ അത് പറ്റില്ല എന്ന് പറയാൻ വേണ്ടി ശിർക്കിനെ എതിർക്കാനാണ് എന്ത് ചെയ്തത്? ഈ ഹദീസ് കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങളുടെ വാദപ്രകാരം എന്താണ്ടായത്? ജിന്ന് പറഞ്ഞു നിങ്ങൾ അഭൗതികമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഖുർആനിലും ഹദീസും ഘടക വിരുദ്ധമായ ആശയമാണ് ഈ പറഞ്ഞത്. ജിന്നിന്റെ കഴിവോ ജിന്നിന്റെ പ്രവർത്തനമോ ജിന്നിന്റെ കേൾവിയോ ഒന്നും എന്തെല്ലാം അഭൗതികമല്ല, അഭൗതികമാണ് നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും കാലം സമസ്തക്കാർ പറഞ്ഞിരുന്ന മുഹ്യിദ്ദീൻ ശൈഖിന്റെ കഴിവ് അഭൗതികമാണ്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പ്രവർത്തനം അഭൗതികമാണ് എന്ന് പറഞ്ഞ ആ വാദത്തിനെ അതേപോലെ ന്യായീകരിക്കുന്ന ശിർക്കിന്റെ കഴിവും അഭൗതികമാണ്. നിങ്ങൾ സ്വയം ശിർക്കിലേക്ക് പോയി എത്താ ചെയ്യുന്നത്. കാരണം അഭൗതികമായ കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ?
അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികൾക്ക് അബൗദികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്, തൗഹീദിന് ഘടക വിരുദ്ധവുമാണ് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ജിന്നെന്താണ്? അബൗദികമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയും ഈ ലോകത്ത് അബൗദികമായ കഴിവുള്ളവനില്ല. അള്ളാഹിന്റെ കാഴ്ച അബൗദികമായ കാഴ്ച, ജിന്നിന്റെ കേൾവി ഭൗതികമായ കേൾവി. അടുത്ത് ജിന്നുണ്ടെങ്കിൽ കേൾക്കും, അതിനർത്ഥം വിളിക്കണം എന്നല്ല. ഉദ്ദേശം കേൾക്കൂല, അതാ രണ്ടും തമ്മിലെ വ്യത്യാസം. ആ വ്യത്യാസം പോലും മനസ്സിലാകാതെ വ്യക്തികൾ തമ്മിൽ അതേ ടൈം നിങ്ങൾ കൊടുക്കാം. ഇത് ശരി ശരി, ഇത് കൂടി കേട്ടോളൂ. ശരി, ഇബാദത്ത് പ്രസംഗിക്കുന്നില്ല, ഇതേ 10 മിനിറ്റ് എടുത്തോളി, കേട്ടോളി. ഇബാദത്ത് കേട്ടോളി. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞതോ, ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താണ്? ജിന്നെന്താണ്? അഭൗതികമാണ്. അപ്പൊ ആ വിശ്വാസത്തിൽ തന്നെ എന്ത് വന്നു? ശിർക്ക് വന്നു. ആ ശിർക്കാണ് മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് ഹനീഫ് കായക്കൊടിയും പറഞ്ഞത്. ജിന്നിന് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, ചോദിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അപ്പൊ വിശ്വാസത്തിലും ശിർക്ക് വരും, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. ആ ശിർക്കിൻ ആകും എന്നുള്ള വിശ്വാസം ശരിക്കും അറിയാത്തത് കൊണ്ടാണ് എപ്പോഴാ പ്രാർത്ഥനയാകുക, എപ്പോഴാ പ്രാർത്ഥന ആകാതിരിക്കാം എന്നുള്ള വേർതിരിവ് വരാത്തത്. ഒരു കാര്യം കൂടി, അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാനും ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവർത്തനങ്ങളും തൗഹീദിനെതിരായി ഭവിക്കുന്നു. നിങ്ങൾ പറഞ്ഞ എന്താണ്? ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ജിന്ന് അഭൗതികമാണ്. ആ വിശ്വാസം എന്താണ്? തൗഹീദിനും എതിരാണെന്ന് ബഹുമാനനെ KM മൗലവി പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഇനി വാക്കുകൾ കേട്ടോളി. അല്ലെങ്കിൽ ശിർക്കായി തീർന്നു, ശിർക്കാണെങ്കിൽ മഹാപാപവും. അപ്പൊ ശിർക്കാകുന്ന വിശ്വാസമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ജിന്ന് അഭൗതികമാണ്, ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറയുന്നു ഇല്ല, അള്ളാഹുവിന്റെ കഴിവ് മാത്രമാണ് അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. ആ നിലക്ക് അഭൗതികമായ മാർഗത്തിലൂടെ ഗുണവും പ്രതീക്ഷിച്ചും കൊണ്ടുള്ള സഹായത്തേട്ടം മാത്രമേ എന്താവുള്ളൂ? പ്രാർത്ഥനയാവുകയുള്ളൂ. അല്ലാത്തത് ഭൗതികപരമായ കേവലം സഹായം ആവശ്യപ്പെടലുകളാണെന്ന് പ്രാർത്ഥനയുടെ പരിധിയിൽ വരികയില്ല. അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അത് ജിന്നിനോടാകാമെന്ന് സക്കറിയ സ്വലാഹിക്കും വാദമില്ല, ഫൈസൽ മുസ്ലിയാർക്കും വാദമില്ല, ഒരാൾക്കും വാദമില്ല. ആ വാദം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടും ഇവിടെ ഫിത്നകൾക്ക് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറയാം, പ്രാർത്ഥനയല്ലാത്തൊരു ചോദ്യം, ആ പ്രാർത്ഥനയല്ലാത്തൊരു ചോദ്യം ജിന്നിനോട് ആയാൽ അത് ശിർക്കാമെന്ന് തെളിവെന്താ? ഒന്ന്, ആ ജിന്ന് എവിടെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. ആ ജിന്നെ കുറിച്ച് മുഴുവൻ ഞാൻ പറയാം. അത് ഒരു മിനിറ്റ്, ഞാൻ പറയാം. അതിന്റെ ഏറ്റവും വലിയ ഇയ്യാക്കനാബ് നിന്ന് കൂട്ടിക്കോളി. ഇയ്യാക്കനാബ് വയ്യാക്ക, കാരണം ഞാൻ പറയട്ടെ, ഈ ജിന്നിനോട്, ഈ ഭൗതിക ജിന്നിനോട് അത് ഹയ്യും ഖാദിറും ഹാദിറും എന്ന് പറഞ്ഞെന്നാരാ? അവിടെ ഉണ്ട് എന്ന് ഈ വിഷയം കൊണ്ടുവന്നാരാ? ഇല്ല. ഞാൻ പറയട്ടെ, അതെ ബാത്റൂമിൽ കയറുന്ന ആ ജിന്നോട് നിങ്ങൾ പോകുമ്പോൾ ജിന്നോട് അവിടെ ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ. അതിനോട് സഹായം ചോദിച്ചാൽ എന്താ അഭിപ്രായം? അതിനോട് സഹായം ചോദിച്ചാൽ എന്താ അഭിപ്രായം? അത് ഹറാമാണ്. സഹായം ചോദിച്ചാൽ ഇടപെടല്ലേ, കുറെ കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. കാരണം എന്താ അല്ലെ? ഓക്കെ, നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞാൽ ഈ ഒരൊറ്റ പറഞ്ഞോളൂ. എനിക്ക് എല്ലാത്തിനും മറുപടി എന്നുള്ളതാണ്. ഇത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഞാനിവിടെ വന്നത് സക്കരിയ സലാഹയുടെ വാദം ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് സക്കരിയ സലാഹയുടെ വാദം ഇന്ന രൂപത്തിലുണ്ടോ എന്ന് ചോദിച്ച അവസാനം സക്കരിയ സലാഹിക്ക് ദുആ അല്ലാത്ത ഇസ്തിആനത്തിന് പിന്നെ വാദമില്ലാതെ, ശരി, ആ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യണം. ഇനി അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഇടയ്ക്ക് കൂടി വന്ന ഒന്ന്, ഉമർ മൗലവിയെ കുറിച്ച് പറയുന്ന ഒരു കള്ളൻ. ഉമർ മൗലവി ഈ ജിന്നുവാദത്തിൻ്റെ ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പണ്ടും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കള്ളമാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിലുള്ളത്. ഏതാണ്? ഒന്ന്, ഈ ചോദ്യം ചോദിച്ചു പറയുന്ന അതിന് മറുപടിയായിട്ട് ഉമർ മൗലവി പറഞ്ഞത് എന്താണ്? ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിൻ്റെ പരമ്പര സെയ്ദ് അലി എന്നാൽ ഉത്തുബയെ കണ്ടിട്ടില്ല. ഈ ഹദീസ് ഇടമുറിഞ്ഞ് തള്ളപ്പെട്ടു. അതാണ് മുജാഹിബസ്താൻ നിലപാട്. മനസ്സിലാക്കണം. മുജാഹിബസ്താൻ നിലപാട് എന്താണ്? ലഈഫായ ഹദീസ് ഒരു വന്നു കഴിഞ്ഞാൽ അവിടെ വിഷയം നിർത്തി. പിന്നെ ഇദ്ദേഹം മറുപടി പറയുന്നത് എന്താ? ഇദ്ദേഹം മറുപടി പറയുന്നത്, ഇനി ഇത് സുന്നി മുസ്ലിയാക്കന്മാർ ഇങ്ങനെ വാദിക്കുന്നു, കാരണം സക്കരിയ പോലുള്ള ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് മറുപടി പറയുമായിരുന്നു.
അന്ന് സക്കരിയ പോലുള്ള ഈ ഫൈസൽ മുസ്ലിയെ പോലുള്ള ആളില്ലാത്തത് കൊണ്ട് അന്ന് മൗലവി മറുപടി പറഞ്ഞില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും മൗലവി ഇതേ മറുപടി പറയായിരുന്നു. ഇനി ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞത്, ഈ ഹദീസ് സ്വഹീഹാന്ന് വെറുതെ സങ്കല്പിച്ചാൽ, ഇത് എന്തിനു വേണ്ടി വെറുതെ സങ്കല്പിച്ച് അദ്ദേഹം അത് വിശദീകരിച്ചു? സുന്നി മുസ്ലിയാക്കന്മാർ മറുപടി പറയേണ്ടത് അത്രയുള്ളൂ. അതിലുള്ള ഒരു കാര്യവും ലൈഫായ ഹദീസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യവും സ്വീകരിക്കാൻ മുസ്ലിം ബാധ്യസ്ഥനല്ല. അവിടെ അള്ളാന്റെ അടിമകൾ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ആവട്ടെ, അല്ലാതിരിക്കട്ടെ, മുങ്ങിപ്പൊങ്ങുമ്പോൾ ആവട്ടെ, നമ്മൾ ബാധ്യസ്ഥരല്ല. നമുക്ക് ഒന്നാമത്തെ ഭാഗത്ത് നിൽക്കണം. ഈ ഹദീസ് ബലഹീനമാണെന്ന് സംശയമില്ല. ഒരിക്കലും ഉമർ മൗലവി ഇവരുടെ ഈ വാദത്തെ കുറിച്ച് അനുകൂലിച്ച് ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞെന്താ, സഹായത്തോട്ടം രണ്ട് വിധത്തിലാണ്, ഒന്ന് തെളിഞ്ഞ വഴി, മറ്റൊന്ന് മറഞ്ഞ വഴി. നിങ്ങൾ മനസ്സിലാക്കണം, ജിന്നിനുള്ള സഹായത്തേട്ടം അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, ദുആവാവട്ടെ ദുആ ഇല്ലാതാവട്ടെ, അത് തെളിഞ്ഞ വഴിയാണോ മറഞ്ഞ വഴിയാണോ? തെളിഞ്ഞ വഴിയാണോ? ഉമർ മൗലവി തൗഹീദ് ഏറ്റവും ലളിതമായി പഠിപ്പിച്ചു കൊടുത്ത മഹാനായ വ്യക്തിയാണല്ലോ. എന്താ അദ്ദേഹം പറയും? സഹായത്തേട്ടത്തിൽ തെളിഞ്ഞ വഴിയുമുണ്ട് മറഞ്ഞ വഴിയുമുണ്ട്. തെളിഞ്ഞ വഴിയിലെ സഹായത്തേട്ടം അത് ഒരിക്കലും എന്തല്ല, അതൊരിക്കലും ശിർക്കല്ല. എന്നാൽ മറഞ്ഞ വഴിയിലെ സഹായത്തേട്ടം അത് ശിർക്കാണ്. ജിന്നോടുള്ള ഭൗതികമായ സഹായത്തേട്ടം അത് തെളിഞ്ഞ വഴിയോ മറഞ്ഞ വഴിയോ? മനസ്സിലാക്കണ്ടേ? അത് മറഞ്ഞ വഴിയല്ല. ആർക്കും അഭിപ്രായം ഉണ്ടോ? എങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. പിന്നെ ഇവിടെ പറഞ്ഞു ഈ ആയിബ അല്ലാഹ് എന്ന ഹദീസ്, ഈ ആയിബ അല്ലാഹ് എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, സഹാബത്തിന് അറിയാവുന്ന ഒരു കാര്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിനോ ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല. പിൽക്കാലത്ത് വന്ന കള്ളന്മാർ കെട്ടിയുണ്ടാക്കിയ